ഈ ഒരു ക്വസ്റ്റ്യൻ പേഴ്സൻറ്റേജിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് 15 കിലോഗ്രാം ഗ്രേപ്സിൻ്റെ അകത്ത് 90% വെള്ളമുണ്ട്. അതിനർത്ഥം ബാക്കി 10% പൾപ്പായിരിക്കും, അല്ലെങ്കിൽ ആ ഗ്രേപ്പിൻ്റെ കണ്ടന്റ് ആയിരിക്കും. ഓക്കെ, ഇത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വെച്ചു. ഈ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ വെച്ചപ്പോൾ വാട്ടർ റെഡ്യൂസ് ചെയ്തു. കൃത്യമായിട്ട് പറയുന്നുണ്ട്, വാട്ടറിൻ്റെ അളവ് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് 85% മാറി ഡ്യൂ ടു ഇവാപറേഷൻ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ആ പൾപ്പിന്റെ കണ്ടന്റ് 15% എന്ന് നമുക്ക് പറയാമല്ലോ. ഇതിന് ക്വസ്റ്റ്യനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വാട്ടറാണ് റെഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ആ പൾപ്പിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഗ്രേപ്പിന്റെ ആ ഒരു ചാറിന്റെ കണ്ടന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇനിഷ്യലി ഒരു 10 കിലോ ഉണ്ടായിരുന്നുവെങ്കിൽ, 10 കിലോ അല്ല ഉള്ളത്, 10 കിലോ ആണ് ഉണ്ടെങ്കിൽ അവസാനവും 10 കിലോ തന്നെയായിരിക്കും ഈ ഒരു പൾപ്പ് ഉണ്ടാകുന്നത്. അതിന്റെ കണ്ടന്റ് എത്രയാണോ, x kg ആണെങ്കിൽ അവസാനവും x kg തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അതിന് ചേഞ്ച് ഒന്നുമില്ല. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത്, ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേനകത്ത് 15 കിലോന്റെ അകത്ത് 10% ഈ പറയുന്ന ഗ്രേപ്പിന്റെ കണ്ടന്റ് ഉള്ളത്. ഓക്കെ, ദെൻ പുതിയ മിക്സ്ചറിനകത്തും, പുതിയത് എത്ര കിലോ ആണെന്ന് നമുക്ക് അറിയത്തില്ല, കാരണം വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോയല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ബാക്കി x കിലോ ആയിരിക്കും. അത് എത്ര കിലോ എന്ന് നമുക്ക് അറിയത്തില്ല, വെള്ളം പോയി, അപ്പം നമുക്കത് അറിയത്തില്ല. x കിലോയുടെ അകത്ത് 15% ആക്ച്വലി എന്താണ്, ആ ഗ്രേപ്പിന്റെ കണ്ടന്റ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, കാരണം ഗ്രേപ്പിന്റെ കണ്ടന്റിന് ചേഞ്ച് ഒന്നും വരത്തില്ല. ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് വാട്ടർ ആണ് റെഡ്യൂസ് ചെയ്തത്. സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് എക്സിന്റെ വാല്യൂ എന്ത് വരും. ഈ 10% 15%-ത്തിലെ ആ പേഴ്സൻറ്റേജും ഈ 15ഒക്കെ കട്ട് ചെയ്യും. സോറി, 10 അല്ല കട്ട് ചെയ്ത് പോകുന്നത്, 10 അവിടെ ഇരിക്കട്ടെ. രണ്ടിടത്തും പേഴ്സൻറ്റേജ് ആയതുകൊണ്ട് തന്നെ ബൈ 100 വരുമല്ലോ. ആ 100ഉം ഇവിടുത്തെ 100ഉം കട്ട് ചെയ്യും. ഈ 15ഉം ഈ 15ഉം കട്ട് ചെയ്യും. എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് 10 kg എന്ന് പറഞ്ഞു കിട്ടും. 10 kg എന്ന് പറഞ്ഞു കിട്ടും. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഭയങ്കര ഈസിയാണ്, കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഭയങ്കര ഈസിയാണ്.